നമസ്കാരം. രാഷ്ട്രീയത്തിൽ എത്ര പെട്ടെന്നാണ് ആളുകൾ കളം മാറ്റി ചവിട്ടുന്നത്. അവസാനമായി ഇപ്പോൾ CPM-ന്റെ സഹയാത്രികനായിരുന്ന റെജി ലൂക്കോസ് BJP-യിൽ എത്തിയിരിക്കുന്നു. ഇത്തരം ആളുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഓന്തിനു പോലും ഇത്ര വേഗത്തിൽ നിറം മാറാൻ കഴിയണമെന്നില്ല. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള നാടാണ് കേരളം എന്നാണ് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഇത്തരം ആളുകൾ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുകയാണ് എന്ന് പറയാതെ വയ്യ. ഒരുപക്ഷെ റെജി ലൂക്കോസ് രാജിവെച്ച് CPM സഹയാത്രികൻ എന്ന ആ മേഖല ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറുമ്പോൾ അദ്ദേഹം ഉപേക്ഷിച്ച രാഷ്ട്രീയ പാർട്ടിയായ CPM-നോ അല്ലെങ്കിൽ ചെന്നുകയറിയ BJP-ക്കോ പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയകളിലും മറ്റും നടക്കുന്ന ചർച്ചകൾ അതൊരു സ്വാഭാവികം മാത്രമാണ്. പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുക എന്നത് നമ്മുടെ രാഷ്ട്രീയ ചർച്ചകളെ സംബന്ധിച്ച് ഒരു സാധാരണ സംഭവം മാത്രമാണ്. എങ്കിലും ഈ കൂടുമാറ്റത്തിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധയാകർഷിക്കുന്നു. ഒരു മനുഷ്യന്റെ വിശ്വാസ്യതയും രാഷ്ട്രീയ ധാർമ്മികതയുമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. മുൻപും പല രാഷ്ട്രീയ കൂടുമാറ്റങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനൊക്കെ അതിൻ്റെതായ കാരണങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇത് അങ്ങനെയല്ല. മണിക്കൂറുകൾക്ക് മുൻപ് വരെ ഏത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണോ സംസാരിച്ചത് ആ രാഷ്ട്രീയത്തെ മിനിറ്റുകൾ കൊണ്ട് കൈവെടിഞ്ഞുകൊണ്ട്, ഏത് രാഷ്ട്രീയത്തിനെതിരായിട്ടാണോ സംസാരിച്ചത് ആ രാഷ്ട്രീയത്തെ വാരി പുണരുക എന്ന് പറയുന്നത് ഒരു മാറ്റം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ മാറ്റം എന്ന പദമൊഴിച്ച് എല്ലാം മാറ്റത്തിന് വിധേയമായിരിക്കുന്നു എന്ന മാർക്സിന്റെ സിദ്ധാന്തം മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴും അത് ആ ഒരു മാറ്റമായി മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. എത്ര ആലോചിച്ചിട്ടും ഇതിന്റെ ഒരു ലോജിക്ക് നമുക്ക് പിടികിട്ടുന്നില്ല എന്നതാണ് വാസ്തവം. BJP-യുടെയും നരേന്ദ്രമോദിയുടെയും വികസന രാഷ്ട്രീയത്തിൽ ആകൃഷ്ടനായിട്ടാണ് താൻ BJP-യിൽ എത്തിയത് എന്നാണ് റെജി ലൂക്കോസ് വ്യക്തമാക്കുന്നത്. എന്നാൽ നിമിഷ നേരം കൊണ്ട് ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു വെളിപാടുണ്ടാവുക? ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ വിദ്വേഷ പ്രസ്താവനകൾക്കെതിരെ ശക്തമായി രംഗത്ത് വന്നയാളാണ് റെജി ലൂക്കോസ്. ഇതിനെ CPM തള്ളിപ്പറയാതിരുന്നതിനെ പോലും റെജി ലൂക്കോസ് അസഹിഷ്ണുതയോടെയാണ് നോക്കിക്കണ്ടത്. നിരവധി തവണയാണ് സോഷ്യൽ മീഡിയയിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയും അദ്ദേഹം ഇതിനെതിരെ പ്രതികരിച്ചത്. ഇതിനെതിരെ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ വെള്ളാപ്പള്ളി എന്ന ബാധ്യത എന്ന തലക്കെട്ടോടുകൂടി അദ്ദേഹം പങ്കുവച്ചത് ഇങ്ങനെയാണ്. ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകന്റെ പേര് മുസ്ലിം ആയതുകൊണ്ടാണ് വെള്ളാപ്പള്ളി റഷീദ് എന്ന മാധ്യമ പ്രവർത്തകനെ തീവ്രവാദിയാക്കിയത്. ഈരാറ്റുപേട്ടക്കാർ തീവ്രവാദികളാണോ? ഈരാറ്റുപേട്ടയെ അധിക്ഷേപിക്കാൻ ആരാണ് ഇദ്ദേഹം? ഇന്ന് തന്റെ വീട്ടിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ നടത്തിയ ഈ കടുത്ത തീവ്രവാദി പ്രയോഗത്തിനെതിരെ മുഴുവൻ മാധ്യമ പ്രവർത്തകരും പ്രതിഷേധിച്ചപ്പോൾ വെള്ളാപ്പള്ളി ഹുങ്ക് തുടരുകയായിരുന്നു. മതേതര പരിഷ്കൃത കേരളത്തിന് ന്യൂനപക്ഷ വിരുദ്ധനായ ശ്രീ വെള്ളാപ്പള്ളി ബാധ്യത തന്നെയാണ് എന്നാണ് റെജി ലൂക്കോസ് പറഞ്ഞു വെക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 24-ന് അദ്ദേഹം പങ്കുവച്ച മറ്റൊരു പോസ്റ്റിൽ BJP-ക്ക് വേണ്ടി മാത്രം ശബ്ദിച്ചുകൊണ്ടിരുന്ന റിപ്പബ്ലിക് ചാനലിന്റെ മേധാവി അർണാബ് ഗോസ്വാമിക്കെതിരെയും രംഗത്ത് വന്നിരുന്നു. ഗോസ്വാമിയുടെ പുതിയ ചുവടുമാറ്റം സത്യസന്ധമോ എന്നാണ് അദ്ദേഹം തന്റെ പോസ്റ്റിലൂടെ ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോസ്വാമി കേന്ദ്ര സർക്കാരിനെയും മോദിക്കെതിരെയും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇത് സത്യസന്ധമാണോ എന്നതായിരുന്നു റെജി ലൂക്കോസ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ചോദ്യം ഉന്നയിച്ചത്. അങ്ങനെ ഒരു മതേതര സ്വഭാവമുള്ള അല്ലെങ്കിൽ മതേതരത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് റെജി ലൂക്കോസ് ഇതുവരെ മുന്നോട്ട് പോയത്. വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചിന്ത മാറി മറയുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 5 ദിവസങ്ങൾക്ക് മുൻപ് പോലും പ്രവീൺ തൊഗാഡിയയുടെയും വെള്ളാപ്പള്ളി നടേശന്റെയും ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തിട്ട് റെജി ലൂക്കോസ് അതിന് കൊടുത്ത ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഒരേ തൂവൽ പക്ഷികൾ എന്നാണ്. അങ്ങനെ ഇത്തരം വർഗീയ വിദ്വേഷങ്ങൾക്കെതിരെയും വർഗീയ പരാമർശങ്ങൾക്കെതിരെയും ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഇടതുപക്ഷ ചിന്താഗതി ഉയർത്തി കാണിച്ചുകൊണ്ടാണ് റെജി ലൂക്കോസ് മുന്നോട്ട് പോയത്. അവിടെയാണ് നമുക്ക് സംശയങ്ങൾ ഉയരുന്നത്. ഒരു മനുഷ്യന്റെ രാഷ്ട്രീയ ജീവിതം എങ്ങനെയാണ് ഇത്ര വേഗം മാറി മറിയുന്നത്? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരം മാറ്റങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിലും കേരളം അതിന് വ്യത്യസ്തമായി നിൽക്കുന്നു എന്ന് ചിന്തിച്ചവരും മനസ്സിലാക്കിയവരുമാണ് നമ്മൾ. പക്ഷേ കേരളത്തിലേക്കും
അത് വ്യാപിച്ചു വരുന്നു എന്നാണ് ഇത്തരം മാറ്റങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. ഇതിനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ വ്യക്തികളുടെ തീരുമാനമാണ്. ഒരു വ്യക്തി എപ്പോൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മുൻകൂട്ടി പറയാൻ കഴിയില്ല. അതിലേക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചെല്ലുന്ന റെജി ലൂക്കോസ് തന്നെ പറഞ്ഞത് താൻ BJP-യോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്നാണ്. അങ്ങനെ അങ്ങോട്ട് ആവശ്യപ്പെട്ടു വരുന്ന ഒരാളോട്, പ്രത്യേകിച്ച് സംസ്ഥാനം ശ്രദ്ധിക്കപ്പെടുന്ന ഇടതു ചിന്തകൻ എന്ന നിലയിൽ പ്രസിദ്ധനായി നിൽക്കുന്ന ഒരാളെ തങ്ങളുടെ പാർട്ടിയിലേക്ക് കിട്ടുക എന്നത് BJP-യെ സംബന്ധിച്ചും നേട്ടം തന്നെയാണ്, സംശയമില്ല. സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം അടുക്കുകയാണ്. ഏത് രീതിയിലുള്ള നേട്ടങ്ങളും തങ്ങളോടൊപ്പം ചേർക്കാൻ ഏത് മുന്നണിയും ഇപ്പോ ശ്രമിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ അർത്ഥത്തിൽ BJP-യെ സംബന്ധിച്ച് ഒരു താൽക്കാലിക നേട്ടം തന്നെയാണ് ഇത്തരം ആളുകൾ എന്ന് നമുക്ക് പറയാതിരിക്കാനാവില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നിമിഷ നേരങ്ങൾ കൊണ്ട് ഇത്തരം കൂടുമാറ്റം നടത്തുന്നവർ ഒരു രാഷ്ട്രീയത്തിനും മുതൽക്കൂട്ടാവില്ല എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇവരാണ് രാഷ്ട്രീയത്തിന്റെ മൂല്യങ്ങൾ തകർത്തെറിയുന്നത്. ഈ സമീപനം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാവില്ല. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം നടന്നടുക്കുമ്പോൾ ഇനിയും ഇതുപോലെയുള്ള രാഷ്ട്രീയ കൂടുമാറ്റങ്ങൾക്ക് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചേക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓന്തിനെ പോലും നാണം കെടുത്തുന്ന, കണ്ടാമൃഗത്തെ പോലും തോൽപ്പിക്കുന്ന തൊലിക്കട്ടിയുള്ളവരാണ് പല രാഷ്ട്രീയ നേതാക്കളും എന്ന് ഒരിക്കൽ കൂടി തുറന്ന് കാട്ടപ്പെടുകയാണ് ഈ സംഭവങ്ങളിലൂടെ.